ദൈവനാമത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കെയറിംഗ് ഹാൻഡിൻ്റെ അഡ്വൈസറി ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് സംബന്ധിക്കുന്നത്. ജെയിംസ് ശ്യാമൽ സഹോദരൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് എന്നോട് കാര്യങ്ങൾ സംസാരിച്ചു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആദ്യം മുതൽ അറിയാനിടയായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനൊരു മീറ്റിങ്ങിൽ ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളോട് ഒരുമിച്ച് കടന്നു വരുന്നത്. എല്ലാ നിലയിലും ഒരുമിച്ചുള്ള ഈ സമയം ഏറ്റവും സന്തോഷവും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനും കാരണമായി തീരട്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എന്നോട് ദൈവവചനം ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് അതങ്ങ് സമ്മതിച്ചു. പക്ഷേ എങ്കിൽ ഇത്ര ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഇത്രയും ദൈവദാസന്മാർ കൂടുന്ന ഒരു സദസ്സിൽ അല്ലെങ്കിൽ ഒരു കൂടിവരവിൽ അങ്ങനെ അനായാസമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ലല്ലോ. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളും ഞാനും ആയിരിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മുടെ മധ്യത്തിൽ വിവിധങ്ങളായ ആവശ്യങ്ങളോടുകൂടി ഇരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്. അവരുടെ അർഹരായിരിക്കുന്ന അവരെ സംബന്ധിച്ച് അന്വേഷിക്കുവാനും അവരെ കൈത്താങ്ങുവാനായിട്ടും ദൈവാത്മാവ് പ്രേരണയാൽ ചില സഹോദരന്മാർ മുൻപോട്ട് വരികയും ഈ വിവിധങ്ങളായ ശുശ്രൂഷ രംഗത്ത് അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഈ ഉന്നതമായ ദൗത്യത്തിൽ ഞാൻ അവരോടൊപ്പം ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്ക് അതിനാവശ്യമായ എല്ലാ ദൈവകൃപയും ദൈവം ധാരാളമായിട്ട് നൽകട്ടെ എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുകയാണ്. ആവശ്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി ഈ കെയറിംഗ് ഹാൻഡിൽ കരുതലിൻ്റെ കരം ദൈവജനത്തെ, ദൈവമക്കളെ, ബുദ്ധിമുട്ടിൽ കൂടെ കടന്നു പോകുന്നവരെ കരുതുവാനായിട്ട് ദൈവം നമ്മയും ഈ ഭൂമിയിൽ ഉത്തരവാദിത്തപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ആ ഉത്തമ ബോധ്യം, ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുവാനായിട്ട് വളരെ പ്രാർത്ഥനയോടും ദൈവകൃപയോടും കൂടെ നമുക്ക് ഈ പ്രവർത്തനത്തിനായിട്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ദൈവവരങ്ങൾ ഫലമേൽപ്പിക്കുകയും ദൈവദാസന്മാർക്കായി ദൈവത്തെ സ്തുതിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകളെ ദൈവം ആദരിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ബോധ്യവും നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളതിനേക്കാൾ വളരെ ഗൗരവമായി നാം ഓർത്തിരിക്കുന്ന ഒരു വിഷയം, ദൈവം ഇത് സൂക്ഷിക്കുന്നു, നിരീക്ഷിക്കുന്നു, ആദരിക്കുന്നു. അതിൻ്റെ ആവശ്യകതയും ബോധ്യവും നമുക്കുണ്ടായിരിക്കണം. വളരെ ഗൗരവത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവദാസന്മാരെ ദൈവം ധാരാളം കൃപ നൽകി സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രത്യേക വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പുതിയൊരു വിഷയം നിങ്ങളുടെ മുമ്പിൽ പറയുവാനായിട്ട് എനിക്കില്ല. നമ്മളെല്ലാവരും ദൈവമക്കളാണല്ലോ. വിവിധ സന്ദർഭങ്ങളിൽ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്തി നമ്മുടെ ഓർമ്മയെ ഒന്ന് പുതുക്കാം എന്ന് മാത്രമേ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവമക്കളായ നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വളരെ ഗൗരവമായി പരിഗണിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിലെ 3 മേഖലകളാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ പേഴ്സണൽ ലൈഫ്, ഒരു വ്യക്തിയുടെ ജീവിതം ദൈവത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ്. രണ്ടാമതായിട്ട് കുടുംബജീവിതം, ഫാമിലി ലൈഫ്. മൂന്നാമത്തെ രംഗം എന്ന് പറയുന്നത് ശുശ്രൂഷാ ജീവിതം അല്ലെങ്കിൽ സഭാജീവിതം അല്ലെങ്കിൽ മിനിസ്ട്രി ലൈഫ്. ഈ 3 തലങ്ങളിൽ ഒരു ദൈവമകനെ സംബന്ധിച്ച്, ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. വിശ്വാസ ജീവിതത്തിൽ ഓരോ വ്യക്തിയും ആ നിലയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മെക്കുറിച്ച് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിറവേറ്റുവാനായിട്ട് ദൈവാത്മാവ് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് വളരെ പ്രാർത്ഥനയോടെയിരിക്കാം. There are 3 divisions of practical Christian life. ബിലീവർ ഞാൻ ഓർപ്പിച്ചതുപോലെ ഹിസ് പേഴ്സണൽ ലൈഫ്, ഹിസ് ഫാമിലി ലൈഫ് ആൻഡ് ഹിസ് മിനിസ്ട്രി ലൈഫ്. ഈ 3 തലങ്ങളിൽ നാം വളരെയധികം പ്രയോജനപ്പെടുവാനായിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്നാമതായിട്ട് പേഴ്സണൽ ലൈഫ് ഓഫ് എ ബിലീവർ. അതിനെക്കുറിച്ച് 5 കാര്യങ്ങൾ പോയിന്റ് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് 5 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടത്. എ ബിലീവേഴ്സ് ലൈഫ്, എ ലൈഫ് ഓഫ് ഓണസ്റ്റി. എൻ്റെയും നിങ്ങളുടെയും ജീവിതം സത്യസന്ധമായ ജീവിതമായിരിക്കണം. ദൈവം മുൻപാകെയും മനുഷ്യരുടെ മുൻപാകെയും നമ്മുടെ ജീവിതം ഇറ്റ് ഷുഡ് ബി എ ലൈഫ് ഓഫ് ഹോളിനെസ്, ലൈഫ് ഓഫ് ഓണസ്റ്റി. ആൻഡ് സെക്കൻഡ്ലി ഇറ്റ് ഷുഡ് ബി എ ലൈഫ് ഓഫ് ഹോളിനെസ്. നമ്മുടെ ജീവിതം വിശുദ്ധിയുടെ ജീവിതമായിരിക്കണം. ഈ മൂന്നാമതായിട്ട് ദൈവഭക്തിയുടെ ജീവിതമായിരിക്കണം. ഒരു വിശ്വാസിയുടെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ഇറ്റ് ഷുഡ് ബി എ ലൈഫ് ഓഫ് ഗോഡ്ലിനെസ്, ദൈവഭക്തിയുടെ ജീവിതമായിരിക്കണം. നാലാമതായിട്ട് എ ലൈഫ് ഓഫ് ഹ്യൂമിലിറ്റി
ആൻഡ് മീക്ക്നെസ്, താഴ്മയുടെയും സൗമ്യതയുടെയും ജീവിതമായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം. ഒടുവിലായിട്ട് എ ലൈഫ് ഓഫ് പേഴ്സണൽ ഇൻറ്റിമസി വിത്ത് ദ ലോർഡ്, കർത്താവിനോട് ഏറ്റവും അടുത്ത ഒരു ജീവിതമായിരിക്കണം. അതാണ് വ്യക്തി ജീവിതത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആ ഭാഗം എന്ന് പറയുന്നത് വ്യക്തി ജീവിതമാണ്. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഫാമിലി ലൈഫ് ഓഫ് എ ബിലീവർ, ഒരു വിശ്വാസിയുടെ കുടുംബജീവിതം. ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് അവൻ്റെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ദൈവമാണ് കുടുംബം സ്ഥാപിച്ചത് എന്നുള്ളത് കൊണ്ട് കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കപ്പെടേണ്ടത് ദൈവം മുൻപാകെ തന്നെയാണ്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തോടുള്ള ബന്ധത്തിൽ നിർവഹിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ മുൻപിലാണ്. മനുഷ്യരുടെ മുമ്പിൽ നാം ചെയ്യുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ദൈവം മുൻപാകെ നാം എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവം കുടുംബത്തിന് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്ന് നോക്കണേ. നമ്മുടെ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും എക്സിക്യൂട്ട് ചെയ്യുന്നത് കുടുംബങ്ങൾ വഴിയാണ്. വ്യക്തികളായ ദൈവത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ തമ്മിൽ ചേരുന്ന കുടുംബങ്ങളിലൂടെയാണ്, ആ കുടുംബ ജീവിതത്തിലൂടെയാണ് ദൈവം തൻ്റെ കാര്യപരിപാടികൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് വ്യക്തികൾക്കും കുടുംബത്തിനും ദൈവസേനയിൽ വളരെയധികം പ്രാധാന്യം ദൈവം നൽകിയിട്ടുണ്ട്. അപ്പോൾ ദൈവം കുടുംബത്തിന് എത്രമാത്രം പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും ഓർക്കേണ്ടതാണ്. ഒരു ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ കുടുംബത്തിൽ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ലോകത്തിൽ വേറെ ആരെയും ദൈവം ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ആ നിലയിൽ കുടുംബത്തിൽ കുഞ്ഞുങ്ങളായാലും മാതാപിതാക്കളായാലും ഭർത്താവായാലും ഭാര്യയായാലും വേദപുസ്തകത്തിൽ അവരുടെ ചുമതലകൾ പറഞ്ഞിട്ടുണ്ട്. അത് വളരെ ഗൗരവമായി നാം എടുക്കുകയും അത് വളരെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ കാര്യപരിപാടികൾ നിവൃത്തിയാകുവാനായിട്ട് വ്യക്തികളും കുടുംബങ്ങളും എത്രമാത്രം ദൈവസന്നിധിയിൽ പ്രതിബദ്ധരായിരിക്കുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുടുംബത്തെ വളരെ ഗൗരവമായി ഞാനും നിങ്ങളും എടുക്കണം. വിജയകരമായി കുടുംബജീവിതം നയിക്കുക എന്ന് പറയുന്നത് പ്രശ്നങ്ങൾ ഒന്നും ഇല്ലാത്ത ജീവിതമാണ് കുടുംബജീവിതം എന്ന് നമുക്കൊരിക്കലും വിചാരിക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ ശരിയായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരുടെ ജീവിതമാണ് ശരിയായ വിജയകരമായ കുടുംബജീവിതം എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ഹോംസ് ആർ നോട്ട് എ പ്ലേസ് വെർ പെർഫെക്റ്റ് പീപ്പിൾ ലിവ്സ്. ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലമല്ലെന്ന് നമുക്കറിയാം. ക്രിസ്തുവിൻ്റെയും സഭയുടെയും നിഴലാണ് കുടുംബം. അത് നമുക്ക് ദൈവത്തിൽ നിന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളും ചുമതലകളും വാസ്തവത്തിൽ വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ നിറവേറ്റുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ കുടുംബജീവിതത്തെ വിശുദ്ധിയായി മാതൃകയുള്ളതായി ദൈവം മുൻപാകെ സമർപ്പിച്ച് അതുകൊണ്ട് ആ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് ഈ സമർപ്പണത്തോടെ ദൈവം നമ്മെ ഏവരെയും ധാരാളം കൃപ തന്ന് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി ശുശ്രൂഷ ജീവിതം, മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് ശുശ്രൂഷ ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ദൈവം മുമ്പാകെ ഒന്നല്ലെങ്കിൽ മറ്റൊരു നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുള്ളവരാണ്. ഒരു ദൈവവേദൻ്റെ ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത് എല്ലാ ദൈവമക്കളും അല്ലെങ്കിൽ നമ്മിൽ എല്ലാവരും കർത്താവിൻ്റെ വേലയിൽ ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിൽ ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്. അല്ലെങ്കിൽ നാം അത് ഇൻവോൾവ് ആയിരിക്കണം. അങ്ങനെ മാത്രമേ ഒരു വിശ്വാസിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ, പ്രതീക്ഷിക്കുന്നുള്ളൂ. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഒരർത്ഥത്തിൽ കർത്താവിൻ്റെ വേലക്കാരാണ്. പൂർണ്ണ സമയം കർത്താവിൻ്റെ വേല ചെയ്യുന്നവർ വേറെയുണ്ട്. ആ അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അതുപോലെ നാം എല്ലാവരും കർത്താവിൻ്റെ സാക്ഷികളാണ്. നാം എല്ലാവരും സഭയിലെ അംഗങ്ങളാണല്ലോ. നമുക്ക് അതുകൊണ്ട് സഭയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ പങ്കുണ്ട്, ഏതെങ്കിലും നിലയിൽ ഒരു പങ്കുണ്ട്. ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ശുശ്രൂഷ ജീവിതമുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ രംഗങ്ങളിലാണെങ്കിലും നമ്മുടെ ഔദ്യോഗിക തലങ്ങളിലാണെങ്കിലും നമ്മുടെ ജീവിതം വഴിയും നമ്മുടെ സാക്ഷ്യം വഴിയും നമ്മുടെ പെരുമാറ്റം വഴിയും മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവയ്ക്കുന്നത് വഴിയും അവരെ ആത്മീയമായി നടത്താൻ ശ്രമിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നത് വഴിയും അവിടെയൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ആത്മീയ ശുശ്രൂഷയുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് എത്രയോ ഗൗരവമായ ഒരു കാര്യമാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയുന്നതിലൂടെ, അവൻ്റെ സൗന്ദര്യം പരത്തുന്നതിലൂടെ, അങ്ങനെ ഏത് നിലയിലും എല്ലാവർക്കും എപ്പോഴും കർത്താവിൻ്റെ വേലയിൽ ഒരു പങ്കുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന സ്ഥാനം ഏതാണ്, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടം ഏതാണ്,
ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപാവരങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കി നമ്മുടെ ശുശ്രൂഷകൾ ശരിയായി നിർവഹിക്കാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. ഇത് വളരെ ഗൗരവമായി നാം എടുക്കേണ്ട വിഷയമാണ്. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില പ്രായോഗിക കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സ്ഥാനം ഉണ്ട്. പണമില്ലാതെ നമുക്കൊരു കാര്യവും നടക്കില്ല. നമുക്കറിയാം, പണം, എല്ലാ കാര്യങ്ങൾക്കും പണം ആവശ്യമാണ്. വളരെയധികം പണം ചെലവഴിച്ചാണ് ഓരോ ശുശ്രൂഷയും ദൈവമക്കളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും പണം നിർണായകമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. അതേസമയം ക്രിസ്തീയ ശുശ്രൂഷയിൽ ഏറ്റവും ദോഷകരമായി ഭവിക്കുന്നതും ഈ പണത്തിൻ്റെ കാര്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രിയ ജെയിംസ് സഹോദരനുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഈ പണപരമായ ഇടപാടുകളിൽ നമ്മുടെ ഇടയിൽ സുവിശേഷ രംഗങ്ങളിൽ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ, വിശ്വാസ ഭവനങ്ങളിലൊക്കെ എത്രയോ ഉത്തരവാദിത്വമില്ലാത്ത, നിരുത്തരവാദിത്വപരമായ നിലയിൽ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ പല സന്ദർഭങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. വളരെയധികം ഗൗരവത്തോടെ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വളരെയധികം പണം ചെലവഴിച്ച് നാം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, എല്ലാ പ്രവർത്തനങ്ങളിലും നാം ഈ കാര്യങ്ങളൊക്കെ ഏർപ്പെടുമ്പോൾ, ക്രിസ്തീയ ശുശ്രൂഷയിൽ ഏറ്റവും ദോഷമായി ഭവിക്കുന്നതും പണമാണെന്നുള്ള കാര്യം നാം മറന്നുപോകാൻ പാടില്ല. അനേക ക്രിസ്തീയ ശുശ്രൂഷകന്മാർ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള, ഇടയാകുന്ന ഒരു മേഖലയാണ് സാമ്പത്തിക മേഖല. അതുകൊണ്ട് നാം ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം. നമുക്കറിയാം, 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തന്മാരായിരിക്കണമെന്നത്രേ. നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു വിഷയം, ഗൃഹവിചാരകന്മാരെന്ന് പറഞ്ഞാൽ മറ്റൊരുത്തൻ്റെ വസ്തുവക മാനേജ് ചെയ്യുന്നവൻ, അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവൻ, സൂക്ഷിക്കുന്നവൻ, ഈ കാര്യം ചെയ്യുന്നവനാണ് ഗൃഹവിചാരകൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വളരെ ഇതിൽ ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ഈ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവരാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. എത്രയോ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത്. ഗൃഹവിചാരകൻ വിശ്വസ്തയോടെ ഈ വ്യയം ചെയ്യുന്നത് വളരെ പ്രാർത്ഥനയോടും, വളരെ കണ്ണുനീരോടും, വളരെ ആവശ്യബോധത്തോടും, വളരെ ഉത്തരവാദിത്വ ബോധത്തോടും കൂടിയാണ് നാം ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. എങ്കിലും നാം ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഇതിനുണ്ട്. ചില കാര്യങ്ങൾ നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്നത്, നാം എല്ലാവരും ഗൃഹവിചാരകന്മാരാണ്. ദൈവം നമ്മെ വളരെ സമ്പത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആത്മീയമായ സമ്പത്ത് മാത്രമല്ല, ഭൗതികമായ സമ്പത്തും മറ്റെല്ലാ നിലകളിലും സമ്പത്ത് അതിൽ ഉൾപ്പെടും. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം ഈ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ വിശ്വസ്തരായിരിക്കണമെന്നാണ്. അതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് വിശ്വാസികളായ നാം ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. സകല സമ്പത്തും ദൈവത്തിൻ്റെ വകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്കറിയാം, നാം അനുഭവിക്കുന്ന സകലവും ദൈവം തരുന്നതാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ ദൈവം ധാരാളമായി നമ്മെ അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. വിശ്വസ്തയോടെ നാം അത് കൈകാര്യം ചെയ്യണം. പണത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഒരു പ്രമാണം വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്നത്, നാം മനുഷ്യരെ സ്നേഹിക്കുകയും പണത്തെ അല്ലെങ്കിൽ ധനത്തെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. പണത്തെ സംബന്ധിച്ച് നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം, തിമോത്തിയോസിൻ്റെ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ധനത്തോടുള്ള ബന്ധത്തിൽ അവിടെ നാം വായിക്കുന്നത്, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ. ദ്രവ്യത്തോടുള്ള പറ്റുമാനം, സ്നേഹം, അത് സകലവിധ ദോഷത്തിനും കാരണമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും ചുരുങ്ങിയ കാലത്തെ പരിചയത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന അനേക വിഷയങ്ങളുണ്ട്. അതൊക്കെ വളരെ ഗൗരവമായി ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. നമ്മൾ എത്രയോ അവിശ്വസ്തരായിട്ടാണ് പലരെയും കാണുന്നത്. ദുഃഖകരമായ കാര്യമാണ്. അപ്പോൾ നാം ഈ കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ, ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ, അവരുടെ ആവശ്യങ്ങളെ യഥോചിതം മനസ്സിലാക്കി വളരെ പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി അവർ നിലനിൽക്കുവാൻ ഉള്ള വലിയ ആഗ്രഹത്തോടും പ്രതിബദ്ധതയോടും കൂടിയാണ് നാം നമ്മുടെ സഹായ ഹസ്തങ്ങൾ, ഈ കരുതലിൻ്റെ കരങ്ങൾ നീട്ടുന്നത് എന്നുള്ള ഓർമ്മ നമുക്കും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ദ്രവ്യത്തോടുള്ള പറ്റുമാനം, സ്നേഹം, അത് സകലവിധ ദോഷത്തിനും കാരണമാണ്. അപ്പോൾ വേദപുസ്തകത്തിൽ എൻ്റെ പ്രമാണം എന്താണെന്ന് അറിയാമോ? പണത്തെ സ്നേഹിക്കാൻ പാടില്ല, പിന്നെ പണത്തെ എന്ത് ചെയ്യാം? പണത്തെ ഉപയോഗിക്കാം. ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ ഈസ് യൂസ് മണി ആൻഡ് ലവ് പീപ്പിൾ. മനുഷ്യരെ സ്നേഹിക്കണം, പണത്തെ ഉപയോഗിക്കണം. എന്നാൽ പാപം നിമിത്തം മനുഷ്യർ വന്നുപോയ ഒരു വീഴ്ച എന്താണെന്ന് അറിയാമോ? വലിയ തകരാറ്. നാം ഇന്ന് ലോകത്തിൽ പൊതുവെ കാണുന്നത്, ആളുകളെ നമ്മൾ ഉപയോഗിക്കും, പണത്തെ നമ്മൾ സ്നേഹിക്കും.
വി ലവ് മണി ആൻഡ് യൂസ് പീപ്പിൾ. നേരെ തലതിരിഞ്ഞു പോയി, ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയിൽ നിന്ന് തലതിരിഞ്ഞു പോയി. പ്രിയപ്പെട്ടവരെ, ഒരാളുമായി സ്നേഹം അല്ലെങ്കിൽ അടുപ്പമുണ്ടെങ്കിൽ ഇയാളെ നമുക്ക് എന്തിനു ഉപയോഗിക്കാം, ഇയാളെ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം ഉണ്ടാക്കാം. ഇതാണ് ഇന്ന് മനുഷ്യൻ്റെ ചിന്ത. സ്നേഹമല്ലത്, സ്നേഹം കാണിക്കുന്നു എന്നേ ഉള്ളൂ. അത് ആവശ്യമാണ്. വാസ്തവത്തിൽ സ്നേഹം ഏതിനോടാ? നമുക്ക് പലപ്പോഴും പണത്തോടാണ് സ്നേഹം, കാറിനോട്, വീടിനോട്, നമ്മുടെ വസ്തുവകളോട്, സമ്പത്തിനോട്. അതല്ലേ അതിൻ്റെ വാസ്തവം? ഇത് ദൈവജനത്തോട് ഏറ്റവും വിരുദ്ധമായ ഒരു നിലപാട് ആണ്. അത് ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നമുക്ക് ദൈവം നൽകിയ ധനത്തെ നാം സ്നേഹിക്കുവാൻ പാടില്ല. അതുകൊണ്ട് ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ശുശ്രൂഷാ ജീവിതത്തിൽ ഓർക്കേണ്ടത്, നാം സ്നേഹിക്കേണ്ടത് ദൈവജനത്തെയാണ്. നാം ഉപയോഗിക്കേണ്ടത് പണത്തെയാണ്. സഭയിലെ ചുമതലപ്പെട്ടവർ, ലീഡേഴ്സായിരിക്കുന്നവർ, മൂപ്പന്മാർ ദ്രവ്യാഗ്രഹികളായിരിക്കരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. തിമോത്തിയോസിൻ്റെ ലേഖനം 1 തിമോത്തിയോസ് 3:4 നാം അത് വായിക്കുന്നുണ്ട്. കാരണം പണത്തോടുള്ള സ്നേഹം ക്രിസ്തീയ ശുശ്രൂഷയിൽ നമ്മെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുക, പണത്തിൻ്റെ ഇടപാടിൽ എത്രയോ ദൈവദാസന്മാർ അവരുടെ ശുശ്രൂഷയിൽ നിന്ന് നിലം പതിച്ചിട്ടുണ്ട്. നാം വളരെ ബുദ്ധിമുട്ടിലും ഞെരുക്കത്തിലാണെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നാം സഹായഹസ്തങ്ങൾ നീട്ടുമ്പോൾ ആ ധനം ദുർവ്യയം ചെയ്ത് ദൈവനാമത്തിന് മഹത്വമല്ലാത്ത നിലയിൽ ഏർപ്പെടുന്ന അനേക സംഭവങ്ങൾ നിങ്ങൾക്ക് പ്രത്യക്ഷമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പണത്തോടുള്ള സ്നേഹം കർത്താവിൻ്റെ വേലയിൽ നമ്മെ അയോഗ്യരാക്കുകയാണ്. ഇത് വളരെ ഗൗരവമായി ഓർക്കേണ്ട വിഷയമാണ്. എനിക്ക് വളരെ സിൻസിയറായിട്ട്, ഏറ്റവും താഴ്മയോടും വിനയത്തോടും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ കഴിയേണ്ട ഒരു വിഷയം. നാം ഇത് വളരെ ഗൗരവമായി എടുക്കണം. ദ്രവ്യാഗ്രഹം സകല വിധ ദോഷത്തിനും കാരണമാകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളരെയധികം കരുതലോടെ നാം ഈ കാര്യത്തിൽ ഏർപ്പെടണം. ആളുകളെ സ്നേഹിക്കുകയും പണത്തെ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുക. ഈ കെയറിങ് ഹാൻഡ് ചെയ്യുന്ന ഈ ഉദാത്തമായ ഈ ശുശ്രൂഷയിൽ ഞാൻ വളരെയധികം ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എത്രയോ ആളുകളെ, ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ സഹായിപ്പാനായിട്ട് ദൈവദാസന്മാരുടെ ഹൃദയങ്ങളിൽ പ്രേരണ നൽകി അതിൻ്റെ വെളിച്ചത്തിൽ ദേശത്തുള്ള വിവിധ ഇടങ്ങളിലുള്ള എല്ലാ ദൈവദാസന്മാരും കർത്താവിനെ സ്നേഹിക്കുന്ന അനേകർ കൈത്താങ്ങ് നൽകി ഈ കാര്യം ഏറ്റവും വിജയകരമായി ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം കൊടുക്കുന്ന ഈ പണം എത്തുന്ന സ്ഥാനങ്ങൾ അത് വളരെ നാം വിചിന്തനം ചെയ്യേണ്ടതാണ്. അത് ശരിയായ നിലയിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നാം ഉത്തരവാദിത്തത്തോടെ ദർശിക്കണം, വീക്ഷിക്കണമെന്ന് ഞാൻ വളരെ വിനയമായിട്ട്, സ്നേഹമായിട്ട്, വിനയത്തോടുകൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും നമുക്കറിയാം, ഈ ലോകത്തിലെ പണത്തോട് നിറത്തോടൊക്കെ വിട്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ഒന്നും നമുക്ക് പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല, വീടില്ലാതെ ജീവിക്കാൻ കഴിയില്ല, കാറില്ലാതെ പറ്റില്ല, എല്ലാം ആവശ്യമാണ്. പക്ഷേ വിട്ടുവരിക എന്ന് പറഞ്ഞാൽ ഇതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലാതിരിക്കുക എന്നാണ്. പിരിയാൻ വയ്യാത്ത ബന്ധം നമുക്ക് ഈ ലോകത്തിലുള്ള ഒന്നിനോടും പാടില്ല എന്നാണ് ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ദൈവം തന്നതാണ്. ഈ ലോകത്തിലുള്ള സകലത്തോടും പറ്റുമാനമില്ലാത്ത ഒരവസ്ഥ എനിക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും അതിനൊന്നുമല്ല ഞാൻ ആശ്രയിക്കുന്നത്. അതെല്ലാം എനിക്ക് നൽകി തന്ന ദൈവത്തിലാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെ ഞാൻ കൂടുതലായിട്ട് ആ കാര്യങ്ങൾ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ആ കാര്യം അറിയണം. എന്നാൽ അതിനോടൊന്നും സ്നേഹബന്ധം ഉണ്ടാകുവാൻ പാടില്ല. ഈ ലോകത്തിലെ കാര്യങ്ങളോട് നമുക്ക് സ്നേഹബന്ധം ഉണ്ടാകുവാനായിട്ട് പാടില്ല. നമുക്ക് പണത്തോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു ടെസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആവശ്യത്തിലിരിക്കുന്ന ഒരാവശ്യം നമ്മോട് പറയുമ്പോൾ, നമ്മുടെ ബാങ്കിൽ നമുക്കിപ്പോൾ തൽക്കാലം ഒരു 10 വർഷത്തേക്ക് ആവശ്യമില്ല എങ്കിൽ പോലും ഒരു 50,000 രൂപ കിടപ്പുണ്ട്. അപ്പോൾ മകളെ കെട്ടിക്കാനുള്ള ആവശ്യം പറഞ്ഞ് ഒരു സഹോദരൻ വന്നു കഴിഞ്ഞാൽ ആ സഹോദരനോട് ഒഴികഴിവ് പറയാനാണ് ഞാനും നിങ്ങളും ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ആ മനുഷ്യനെ അല്ല, ആ സഹോദരനെ അല്ല സ്നേഹിക്കുന്നത്, പണത്തെയാണ് സ്നേഹിക്കുന്നതെന്ന് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പണത്തെ നാം സ്നേഹിക്കാൻ പാടില്ല, മനുഷ്യരെ സ്നേഹിക്കുകയും പണം ഉപയോഗിക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. ഒരു വിശ്വാസി എന്തൊക്കെ കാര്യത്തിന് വേണ്ടി പണം ഉപയോഗിക്കണം വളരെ എളുപ്പത്തിൽ പറയാനായിട്ട് കഴിയും. ദൈവവചനത്തിൽ അതിനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ പണം ഉപയോഗിക്കുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, അവിടെ കർത്താവും ശിഷ്യന്മാരും കൂടെ ഇരിക്കുമ്പോൾ കർത്താവ് യൂദയുടെ ചെവിയിൽ എന്തോ ഒരു രഹസ്യം പറയുന്നതായിട്ട് അവിടെ കാണാനായിട്ട് കഴിയും. ശിഷ്യന്മാരെല്ലാം അവിടെ ഉണ്ട്, പക്ഷേ അവരാരും കേട്ടില്ല കർത്താവ് എന്താ പറഞ്ഞതെന്നുള്ള കാര്യം.
എന്നാൽ കൂടിയിരുന്ന ശിഷ്യന്മാർക്ക് അവർക്ക് ഒരു കാര്യം അവർ ഊഹിച്ചെടുത്തു. എന്താണെന്നറിയാമോ? യൂദയോട് പറഞ്ഞ കാര്യം ഇതിനു മുമ്പും യൂദയോട് ഇതുപോലെ കർത്താവ് പറഞ്ഞിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം അതുകൊണ്ടാണ് ശിഷ്യന്മാർ ഊഹിച്ചത്. അവരെന്താ പറഞ്ഞത്? അവരെന്താ ഊഹിച്ചതെന്നറിയാമോ? 13 അധ്യായത്തിന് 29 വാക്യം വായിക്കുമ്പോൾ, പണസഞ്ചി യൂദയുടെ പക്കൽ ആകയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവരോട് കൽപ്പിക്കുന്നത് ചിലർക്ക് തോന്നി. നോക്ക്, എന്താ അവർക്ക് അങ്ങനെ തോന്നാനായിട്ട് കാരണം? വേറെ വല്ലതും എന്താ അവർ തോന്നാഞ്ഞത്? നോക്ക്, സാധാരണ അങ്ങനെ ആയിരുന്നു പതിവ്. അതുകൊണ്ടാണ് അങ്ങനെ ഊഹിക്കാൻ കാരണം. യേശു പണം ഉപയോഗിക്കുന്ന ഈ 2 കാര്യത്തിന് എന്തിനൊക്കെയാണെന്നറിയാമോ? ഒന്ന്, ആവശ്യമുള്ളത് വല്ലതും മേടിക്കാൻ, പിന്നെ രണ്ടാമത് ദരിദ്രർക്ക് കൊടുക്കാൻ. ഈ 2 കാര്യമല്ലാതെ പണത്തിന് യാതൊരു മൂല്യവും നമുക്ക് കാണാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ 2 കാര്യം, നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളത് വാങ്ങിക്കാൻ പണം ആവശ്യമാണ്. പിന്നെ ദരിദ്രർക്ക് കൊടുക്കാൻ, ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ. ഈ 2 ഉപയോഗം അല്ലാതെ പണം കൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം? ഒരു ഉപയോഗം നിങ്ങൾക്ക് മൂന്നാമതൊരു ഉപയോഗം പറയാൻ കഴിയുമെങ്കിൽ ഞാനത് സമ്മതിക്കാം. പക്ഷേ ഞാൻ ചിന്തിച്ചിട്ട് മൂന്നാമതൊരു ഉപയോഗം പണം കൊണ്ടില്ല. നമുക്കത് തിന്നാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് വേറെ നമ്മുടെ രോഗത്തിന് സൗഖ്യം സമ്പാദിക്കാൻ കഴിയുകയില്ല. ഒന്നും സാധിക്കില്ല. 2 കാര്യം മാത്രം. ഒന്ന്, നമുക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കാൻ പണം ഉപയോഗിക്കാം. മറ്റ് ദരിദ്രന്മാർക്ക്, ഈ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്നവരും ദൈവസഭയിലുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാവർക്കും ആവശ്യമുള്ളവർ കൊടുക്കാൻ. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നോക്കണേ, ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ആ വിഷയത്തിൽ എത്ര സിമ്പിളായിട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശു പണം ഉപയോഗിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ആ കർത്താവിൻ്റെ മക്കളായ നാമും പണം ഉപയോഗിക്കേണ്ടത്. പ്രിയപ്പെട്ട, നമ്മുടെ പണം നാം ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി ആയിരിക്കണം, ദൈവനാമ മഹത്വത്തിന് വേണ്ടി. അനേക പാവപ്പെട്ട സുവിശേഷന്മാർ, യാതൊരു നിവൃത്തിയില്ലാതെ കഴിയുന്നവർ, അവർക്ക് നമ്മളെ കൊടുക്കുന്ന പണം അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ അവരുടെ ഹൃദയം സന്തോഷിക്കുകയും കണ്ണുനീരോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അളവ് എത്ര വലുതാണ്. ഇപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ. നമ്മൾ കുറേ പണം ഉണ്ടാക്കി ബാങ്കിലൊക്കെ ഇട്ട് വലിയ ധനികന്മാരായി ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് ഒരു കാര്യവും സാധിക്കുന്നില്ല. മരണം വരുമ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടി വരും. പക്ഷേ ദൈവനാമമുഖത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് വാങ്ങിക്കാനും ദരിദ്രർക്ക് കൊടുക്കാനും നാം ഉപയോഗിക്കുന്നെങ്കിൽ അത് എത്രയോ പ്രയോജനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ കൂടി പറയേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. നമുക്കറിയാം, കർത്താവിൻ്റെ വേലയ്ക്ക് നമ്മെ ആക്കുന്നത് ദൈവമാണ്. നാം ആരും അല്ല ഇതൊക്കെ ചെയ്യുന്നത്, മനുഷ്യരല്ല. ഈ ഭൂമിയിൽ കർത്താവിൻ്റെ സഭയിലാണെങ്കിലും മൂപ്പന്മാരെയൊക്കെ ആക്കി വെക്കുന്നത് നമുക്കറിയാം, ദൈവമാണ് ആക്കി വെക്കുന്നത്, പരിശുദ്ധാത്മാവാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ എല്ലാ കാര്യത്തിലും പൗലോസ് പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കുക. അവിടെ പറയുകയാണ്, 1 തീമോഥെയോസ് 1:12 നാം വായിക്കുന്നത്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ളതായ ചെറുതും വലുതുമായ ശുശ്രൂഷകൾ എന്ന് പറയുന്നത് ദൈവം നൽകിയതാണ്. ദൈവമാണ് നമ്മെ ഏൽപ്പിച്ചത്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ഏറ്റവും വിജയകരമായി ദൈവഭക്തിയോടുകൂടെ, ദൈവഭയത്തോടെ, വിശ്വസ്തയോടെ ചെയ്യുവാൻ ഞാനും നിങ്ങളും വളരെ ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. സഭയിലും ചുറ്റുപാടുകളിലും വിവിധ നിലകളിൽ കർത്താവിൻ്റെ വേലയുള്ള ശുശ്രൂഷകൾ നമുക്ക് വെളിച്ചവും പ്രകാശവും നടത്തിപ്പും തന്ന് നമ്മെ ആക്കി വയ്ക്കുന്നത് അവിടെ നമ്മുടെ സഹായഹസ്തങ്ങൾ നീട്ടേണ്ട സ്ഥാനത്ത് നീട്ടി അവരെ ഉത്സാഹിപ്പിക്കുവാനും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാനും വേണ്ടിയാണെന്നുള്ള കാര്യം ഞാനും നിങ്ങളും മറന്നുപോകും. നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കേവലം സഹായിച്ചു, നമ്മുടെ ധനത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് എത്തിച്ചു കൊടുത്തു എന്നതിനേക്കാൾ ഉപരിയായി അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ദൈവത്തിന് പ്രസാദകരമായ യാഗമായി തീരേണ്ടതിന് വളരെ സമർപ്പണത്തോടും ഉത്തരവാദിത്തത്തോടും കൂടെ നാം ആ കാര്യം ചെയ്യേണ്ടതാണ്. ഈ കർത്താവ് ഒരു ശുശ്രൂഷയ്ക്ക് ആക്കി വെച്ചാൽ ആ ശുശ്രൂഷയ്ക്കുള്ള പ്രാപ്തിയും അവൻ നമുക്ക് തരും. ജെയിംസ് സഹോദരൻ ഈ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ ശ്രമകരമായൊരു കാര്യമാണ്. അവിടെ ഇവിടെയൊക്കെ ആയിരിക്കുന്ന ആളുകളിൽ നിന്ന് ഈ പണം സമാഹരിച്ച് ഈ പ്രിയപ്പെട്ടവർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായൊരു ജോലിയാണ്. വളരെയധികം ബുദ്ധിമുട്ടതിന് പിന്നിലുണ്ട്, ഉറക്കളപ്പുണ്ട്, ബന്ധപ്പാടുണ്ട്, നിന്നുകൊണ്ട് പരിഹാസമുണ്ട്, പല നിലയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും ഇതിനു വേണ്ടി ഒക്കെയുള്ള ദൈവകൃപ ഈ പ്രിയപ്പെട്ടവർക്കായ നിങ്ങൾക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണ്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷ എന്താണ്, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി അത് ചെയ്യാനായിട്ട് ഞാനും നിങ്ങളും
ശ്രമിക്കണം എന്നാണ് എനിക്ക് ഓർപ്പിക്കാൻ. ലോകത്തിലെ എല്ലാ ശുശ്രൂഷയും ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും ശ്രമിക്കരുത്, അത് പരാജയത്തിലേ എത്തുകയുള്ളൂ. എന്നാൽ ദൈവം എന്നെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷകൾ ഞാൻ ചെയ്യുവാൻ പാടില്ല, അത് പരാജയമായിരിക്കും. എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അത് മാത്രം ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചാൽ അത് ഏറ്റവും വിജയകരമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ മാത്രം ചെയ്യുവാൻ ദൈവാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കട്ടെ. ഒരു അണ്ടർസ്റ്റാൻഡിങ് ആ കാര്യത്തിൽ നമുക്കുണ്ടെങ്കിൽ യാതൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ നമ്മുടെ പ്രവർത്തനത്തിന് ഏറ്റവും അനുഗ്രഹമായി അത് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, അത് ആ ശുശ്രൂഷയിൽ നിന്ന് എന്നെ പറിച്ചു മാറ്റുവാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം ദൈവം സമ്മതിക്കാതെ ഒന്നും സംഭവിക്കില്ല. ദൈവമാണ് എന്നെ ആക്കിയതെങ്കിൽ ഞാൻ അവിശ്വസ്തനായി തീർന്നാൽ എല്ലാം തകരും. നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഇത് പൂർണ്ണമായും ശരിയാണ്. നീ പണമിടപാടുകളിൽ വിശ്വസ്തനല്ലാതെ വന്നാൽ, നീ കുടുംബജീവിതത്തിൽ വിശ്വസ്തനല്ലാതെ വന്നാൽ, നിന്റെ രഹസ്യ ജീവിതത്തിൽ വിശ്വസ്തത ഇല്ലാതെ വന്നാൽ, ലോകത്തിലെ സകല മനുഷ്യരും കൂടെ നിന്നെ ഉയർത്താൻ ശ്രമിച്ചാലും നീ താഴെ പോവുകയുള്ളൂ, വീണു പോവുകയുള്ളൂ. ഇത് നാം വളരെ ഗൗരവമായി കരുതിക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഞാൻ ഭയപ്പെടുന്ന ഒരു വിഷയമാണ്. എൻ്റെ ശുശ്രൂഷ കളയാൻ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയുകയില്ല, എന്നാൽ എനിക്ക് മാത്രം അത് കഴിയും. ഞാനാണ് എൻ്റെ ശുശ്രൂഷ നശിപ്പിക്കുന്നത്. ഞാൻ വിചാരിച്ചാൽ എൻ്റെ ആത്മീയ ശുശ്രൂഷ നിമിഷം കൊണ്ട് കളഞ്ഞു കുളിക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നാം സൂക്ഷിക്കാതിരുന്നാൽ നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ ശരിയായിട്ട് വരും. അതുകൊണ്ട് പ്രിയരെ, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ്, ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനം എന്താണ്, കൃപാവരം എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ദൈവം മുൻപാകെ വിനയപ്പെട്ട് ഏറ്റവും വിശ്വസ്തരായി നിൽക്കണം. അങ്ങനെ നിന്നാൽ പ്രിയപ്പെട്ടവരെ, അവിടെ ഏത് നിലയിലാണെങ്കിലും ദൈവം പറഞ്ഞിരിക്കുന്ന, ദൈവത്തിൽ വാഗ്ദത്തം വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മെ സംബന്ധിച്ച് അത് ഏറ്റവും ഫലകരമായി തീരും എന്നുള്ളതുകൊണ്ട് നാം വളരെയധികം ഉത്സാഹത്തോടെ ആ കാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. നിങ്ങളെല്ലാവരും എന്നെക്കാൾ ദൈവകൃപയുള്ളവരും ദൈവാശ്രയമുള്ളവരും ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരും വളരെയധികം ദൈവസന്നിധിയിൽ നിരന്തരം അതിനുവേണ്ടി സഹിഷ്ണുതയോടെ നിൽക്കുന്നവരുമാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ ആവശ്യം. പക്ഷേ നമ്മുടെ ചിന്തയ്ക്കിത് ഒന്ന് വിഷയീഭവിക്കണം എന്ന് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നുകൊണ്ട് ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മുടെ ശുശ്രൂഷാ ജീവിതം, മിനിസ്ട്രി ലൈഫ്, അതിൽ ഏറ്റവും സന്തോഷമുള്ളവരായി ധൈര്യമുള്ളവരായി നാം മുമ്പോട്ട് പോകണം. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം ഏറ്റവും ശരിയായി നമുക്ക് സൂക്ഷിക്കാം. നമ്മുടെ കുടുംബ ജീവിതം ദൈവം ഏൽപ്പിച്ചതാണെന്നുള്ള ബോധ്യത്തിൽ ഏറ്റവും നന്നായി നമുക്ക് ജീവിക്കാം. അത് ചെയ്തില്ലെങ്കിൽ അത് ചെയ്യാൻ വേറെ ആരെയും ദൈവം ആക്കിയിട്ടില്ല എന്നുള്ള ഗൗരവത്തോടെ ആ വിഷയം നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, അതുപോലെ തന്നെ നമ്മുടെ ശുശ്രൂഷാ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ എന്താണ്, താലന്ത് എന്താണ്, നമ്മുടെ കൃപാവരങ്ങൾ എന്താണ്, ഇത് മനസ്സിലാക്കി ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ശുശ്രൂഷയിൽ മാത്രം ശ്രദ്ധിച്ച് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഏറ്റവും വിശ്വസ്തയോടെ ചെയ്ത് അങ്ങനെ ചെയ്യുമെങ്കിൽ ദൈവം നമ്മെ ആദരിക്കും, ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമുക്ക് തക്ക പ്രതിഫലം നൽകും. നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമായി തീരുവാൻ ഇടയാകും. നാം ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചത് നിമിത്തം നമ്മുടെ ജീവിതത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതം കുറച്ചുകൂടെ ഗൗരവമായി കാണുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ ശരിയാക്കുവാൻ, ക്രമീകരിക്കുവാൻ ഇടയായിരുന്നെങ്കിൽ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ ഞാൻ ആ കാര്യം തന്നെയാണ് എനിക്കും ഓർക്കുവാനായിട്ടുള്ളത്. അതിനുവേണ്ടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. നാം എത്ര അറിവും കഴിവും ഉള്ളവരാണെങ്കിലും നമ്മുടെ ജീവിതം ശരിയല്ലെങ്കിൽ ദൈവത്തിനോ ദൈവരാജ്യത്തിനോ ദൈവജനത്തിനോ നമ്മെക്കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുകയില്ല. നമ്മുടെ കഴിവുകൾ കുറവാണെങ്കിലും നമ്മുടെ ജീവിതം ഭക്തിയുള്ള ജീവിതമാണ്, വിശുദ്ധിയുള്ള ജീവിതമാണെങ്കിൽ ദൈവം നമ്മെ തൻ്റെ കരങ്ങളിൽ ഏറ്റവും ഇണങ്ങിയ ആയുധമായി ഉപയോഗിക്കാനും അനുഗ്രഹിക്കുവാനും ദൈവത്തിന് സാധിക്കും. ഈ പ്രത്യേക വിഷയത്തിൻ്റെ ചിന്തകൾ എൻ്റെയും നമ്മുടെയും ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിന് കൂടുതൽ സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ജോൺസൺ. നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ കുടുംബ ജീവിതം, നമ്മുടെ ശുശ്രൂഷാ ജീവിതം ദൈവനാമത്തിനായി പ്രയോജനം